Welcome to our physics class. This is for BSc Physics Main students, semester 5. The paper 4, Atomic and Molecular Physics, we start today. My name is K. Solomon. The paper is Atomic and Molecular Physics. And this is the first lecture in this series, Atomic and Molecular Physics. Chapter 1, Unit 1 is Vector Atom Model for BSc Main Physics. And the first topic we discuss is Bohr model of H atom, Bohr model of hydrogen atom. Semester 5, class number 1, Bohr model of H atom, BSc Main Physics. Paper is Atomic and Molecular Physics. So you look here. A question is given here. Basic features of Bohr atom model, heading, or Bohr model of H atom. And the model question for this topic is as under. State the postulates of Bohr model of H atom, derive expression for orbital speed, orbital radius, and orbital energy of H atom. അപ്പോൾ നമ്മൾ അറ്റോമിക് ആൻഡ് മോളിക്കുലർ ഫിസിക്സിലെ ആദ്യത്തെ ടോപ്പിക്ക്, ആദ്യ യൂണിറ്റ്, അത് വെക്ടർ ആറ്റം ഉള്ളതിൻ്റെ പേര്, അതിലെ ആദ്യത്തെ പാർട്ടായ ബോർ മോഡൽ ഓഫ് എച്ച് ആറ്റം അത് പഠിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കിങ്ങനെ എഴുതാം. സ്റ്റേറ്റ് ദ പോസ്റ്റേഴ്സ് ഓഫ് ബോർ മോഡൽ ഓഫ് എച്ച് ആറ്റം, ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ഓർബിറ്റൽ സ്പീഡ്, ഓർബിറ്റൽ റേഡിയസ് ആൻഡ് ഓർബിറ്റൽ റേഞ്ച് ഓഫ് എച്ച് ആറ്റം. ഇതിൻ്റെ കുറേ പാർട്ട്, അല്ലെങ്കിൽ മിക്കവാറും ഭാഗം നിങ്ങളുടെ +2 ക്ലാസ്സിൽ പഠിച്ച് കാണണം. ഇപ്പം നമ്മൾ ആദ്യം മുതൽ കംപ്ലീറ്റ് പറയുകയാണ്. ബോർ മോഡൽ ഓഫ് എച്ച് ആറ്റം. അപ്പോൾ 4 പോസ്റ്റുലേറ്റാണ് പ്രധാനമായിട്ടും ഈ നീൽസ് ബോറിൻ്റെ ബോർ മോഡൽ ഉള്ളത്. അപ്പോൾ ക്വാണ്ടം ഐഡിയ വെച്ച് തയ്യാറാക്കിയ ഒരു അറ്റോമിക് മോഡലാണ് ബോർ മോഡൽ ഓഫ് എച്ച് ആറ്റം. ഈ ആറ്റത്തിന് പല മോഡലുണ്ട്. നിങ്ങൾക്കറിയാം, റദർഫോർഡ്സ് മോഡൽ, ബോർ മോഡൽ, സോമർഫെൽസ് മോഡൽ, വെക്ടർ ആറ്റം മോഡൽ, അങ്ങനെ കുറേ മോഡലുണ്ട്. അതിൽ ഈ ബോർ മോഡൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡലാണ്. ക്വാണ്ടം ഐഡിയയിൽ തയ്യാറാക്കിയൊരു മോഡലാണ്. ക്വാണ്ടം പ്രിൻസിപ്പിളാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4 പോസ്റ്റുലേറ്റ്സിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ മോഡൽ തയ്യാറാക്കിയത്. ഏതൊക്കെയാണ് ആ പോസ്റ്റുലേറ്റ്, അതാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ഓരോ പോസ്റ്റുലേറ്റ് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടൈറ്റിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ കാണത്തില്ല, നിങ്ങളുടെ മെമ്മറിക്ക് വേണ്ടിയാണ് ഈ ടൈറ്റിൽ ഇങ്ങനെ കൊടുക്കുന്നത്. ഒന്നാമത്തെ നമ്പർ 1, സ്പെസിഫൈഡ് ഓർബിറ്റ്സ്. ദ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് ഈസ് അബൌട്ട് സ്പെസിഫൈഡ് ഓർ പ്രിവിലേജ്ഡ് ഓർബിറ്റ്സ്. I shall read. Electrons cannot revolve in all possible orbits but only in specified orbits satisfying quantum conditions. Electrons cannot revolve in all possible orbits but only in specified orbits satisfying quantum conditions. ഇലക്ട്രോൺസിന് ആറ്റത്തിൽ, നിങ്ങൾക്കറിയാമല്ലോ, ആറ്റത്തിൽ ഇങ്ങനെ പ്രത്യേക ഓർബിറ്റുകളിലാണ് ഇലക്ട്രോൺ കറങ്ങുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോൺ, ഇപ്പോൾ നമ്മൾ സോഡിയം എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ 11N23 എന്നൊക്കെ പറയും. 11 ഇലക്ട്രോൺസ് കാണും. അത് വ്യത്യസ്തമായ ഓർബിറ്റാണ് ചലിക്കുന്നത്. ഒരു ഇലക്ട്രോണിന് ഏതെങ്കിലും ഇലക്ട്രോൺ എടുത്താൽ, ഈ 11 ഇലക്ട്രോണിൽ ഏതെങ്കിലും ഓർബിറ്റ് എടുത്താൽ ആ ഇലക്ട്രോണിന് എല്ലാ ഓർബിറ്റിലും ചലിക്കാൻ പറ്റത്തില്ല. അതിന് പ്രത്യേക ഓർബിറ്റ് സ്പെസിഫൈഡ് ആയിരിക്കും. ആ ഓർബിറ്റിനെ നമ്മൾ പ്രിവിലേജ്ഡ് ഓർബിറ്റ് എന്ന് പറയും. അതാണ് ആദ്യ പോസ്റ്റുലേറ്റ്. ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം കനോട്ട് റിവോൾവ് ഇൻ ഓൾ പോസിബിൾ ഓർബിറ്റ്സ് ബട്ട് ഓൺലി ഇൻ സ്പെസിഫൈഡ് ഓർബിറ്റ്സ് സാറ്റിസ്ഫൈങ് ക്വാണ്ടം കണ്ടീഷൻ. ചില ക്വാണ്ടം കണ്ടീഷൻ അനുസരിച്ച് മാത്രമേ ഒരു ഇലക്ട്രോണിന് ആറ്റത്തിലെ ഓർബിറ്റുകളിൽ ചലിക്കാൻ പറ്റുകയുള്ളൂ. ആ ഇലക്ട്രോണിന് എല്ലാ ഓർബിറ്റിലേക്കും മാറാനുള്ള സാധ്യതയില്ല. മാറണമെങ്കിൽ ചില കണ്ടീഷൻ അനുസരിക്കണം. നമ്പർ 2, അലൗഡ് ഓർബിറ്റ്സ്. ദാറ്റ് ഈസ് ഓൾസോ സ്പെസിഫൈഡ് ഓർബിറ്റ്സ്. The allowed orbits are those in which the angular momentum of the electron is an integral multiple h/2π where h is a Planck's constant. ഇങ്ങനെ അനുവദിച്ചിരിക്കുന്ന ഓർബിറ്റുകളിലെ ഇലക്ട്രോണിൻ്റെ ആംഗുലർ മൊമെൻറ്റം h/2πയുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം. h പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്.
ആംഗുലാർ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ mv/r ആണ്. അപ്പോൾ ഈ ആറ്റത്തിൽ ഇലക്ട്രോണിന് ഓർബിറ്റുകൾ അലൗഡായിട്ട് കാണാം. ഇങ്ങനെ അലൗഡ് ഓർബിറ്റിൽ ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റം h/2πയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. L is n into h/2π. L, angular momentum symbol is L. That is written here. Angular momentum L is equal to n into h/2π. That is a postulate. Number 2, angular momentum is an integral multiple of h/2π. Number 3, അപ്പോൾ അതിന് ടൈറ്റിൽ കൊടുത്തിട്ടില്ല, അത് വായിച്ച് പഠിക്കണം. When the electron revolves in any of the allowed orbits, it does not radiate energy. അപ്പോൾ ഈ അനുവദിച്ചിരിക്കുന്ന അലൗഡ് ഓർബിറ്റിൽ ഇലക്ട്രോൺ കറങ്ങുന്നിടത്തോളം കാലം അതിന് റേഡിയേഷൻ പുറത്തേക്ക് വരില്ല. അപ്പോൾ ഇത് നമ്മുടെ റദർഫോർഡ് ആറ്റം മോഡലിൽ നിന്നുള്ള മാർക്ക്ഡ് ഡീവിയേഷനാണ്. റദർഫോർഡ് ആറ്റം മോഡലിൽ പറയുന്നത് when the electron is revolving around the nucleus, it will move in spiral path, radiating energy and finally fall to the nucleus. In this case, we clearly say when the electron revolves in any of the allowed orbits, it does not radiate energy. അനുവദിച്ചിരിക്കുന്ന ഓർബിറ്റിൽ ഇലക്ട്രോൺ കറങ്ങുന്നിടത്തോളം കാലം അതിൽ നിന്ന് റേഡിയേഷൻ പുറത്തേക്ക് വരില്ല. ഇത് റദർഫോർഡ് ആറ്റം മോഡലിൽ നിന്നുള്ള ഒരു വ്യത്യാസമാണ്. നമ്പർ 4, റേഡിയേഷൻ എപ്പോഴും ഉണ്ടാകുമെന്ന് പറയാം. എപ്പോഴാണ് ഈ ആറ്റം റേഡിയേറ്റ് ചെയ്യുക? എനർജി ഫോട്ടോൺസിനെ റേഡിയേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? അതാണ് അടുത്ത പോസ്റ്റുലേറ്റിൽ പറയുന്നത്. റേഡിയേഷൻ ഓഫ് എനർജി ടേക്സ് പ്ലേസ് when an electron jumps from orbit to higher energy to one of lower energy. Then the difference in energy between the two states is radiated as a quantum of energy h nu. ന്യൂ അത് വായിക്കുന്നതാണ് ബ്രാക്കറ്റ് എഴുതിക്കുന്നത്. ബ്രാക്കറ്റ് ചെയ്തുകൊണ്ടാണ് h nu. ഒരു ബ്രാക്കറ്റ് ഇടുക. nu എന്ന് മതി. ന്യൂ എന്നാണ് വായിക്കുന്ന ഒരു ടോണാണ് എഴുതിക്കുന്നത്. h nu, v പോലെ എഴുതുന്ന ലെറ്റർ ഉണ്ടല്ലോ, ന്യൂ. h nu വേർ ന്യൂ, അവിടെ ന്യൂ വിട്ടുപോയി. വേർ ന്യൂ ഇസ് ദ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. അപ്പോൾ അവിടെ കറക്ഷൻ വരുത്തണം. h nu വായിക്കുന്നത് ബ്രാക്കറ്റ് ഇടുക. വേറെ ന്യൂ എഴുതി ചേർക്കുക. ന്യൂ ഇസ് ദ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ. അപ്പം അതായത് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നത് ഈ h nu എന്നുള്ള കോട്ടമായിട്ടാണ്. ഒരു സ്റ്റേറ്റിൽ നിന്ന്, ഒരു ഹയറിൽ നിന്ന് ലോവറിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോൾ h nu എനർജി ഉള്ള ആ രണ്ട് സ്റ്റേറ്റ് തമ്മിലുള്ള എനർജി W2 - W1 അത് h nu എനർജി ആയിട്ട് റേഡിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ h nu എനർജി ഉള്ള ഒരു ഫോട്ടോണിനെ എമിറ്റ് ചെയ്യും. അപ്പോൾ ആ പോസ്റ്റുലേറ്റ് നമ്മളൊരു മാത്തമാറ്റിക്കൽ ഫോമിൽ എഴുതിയാൽ ഇങ്ങനെ കൊടുക്കാം. W2 - W1 is h nu. W1 is the lower state energy and W2 is the higher state energy. Nu is the frequency of photon emitted. ഇപ്പം ന്യൂ ആണ് ഫോട്ടോൺ എമിറ്റ് ചെയ്ത ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി. അപ്പം അതിന് 4 പോസ്റ്റുലേറ്റ് അത് വായിച്ച് കാണാതെ പഠിക്കണം. അതെപ്പോൾ ചോദിച്ചാൽ സ്റ്റേറ്റ് ചെയ്യാൻ പഠിക്കണം. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് റിസൾട്ട്സാണ്, ബോർ ആറ്റം ഇമ്പോർട്ടൻ്റ് റിസൾട്ട്സാണ്. നമ്മൾ ഡെറിവേഷൻ ചോദിച്ചിരിക്കുന്ന ആ 3 പോയിന്റുകളുടെ ഇക്വേഷൻ കൊടുത്തിരിക്കുകയാണ് ആദ്യം. ഇമ്പോർട്ടൻ്റ് റിസൾട്ട്സ്, important points in Bohr model of atom. ഒന്നാമത്തെ ഓർബിറ്റൽ വെലോസിറ്റി. ഓർബിറ്റൽ വെലോസിറ്റി ഇക്വേഷൻ E square v is c square by 2 epsilon 0 nh. v electronic charge, epsilon 0 permittivity of free space, which is 8.85 into 10⁻⁻12 farad per meter, and number of the orbit, and h is Planck's constant. Orbital radius r, epsilon 0 n square by pi m square, where epsilon 0 permittivity of free space, n is number of the orbit, h is Planck's constant, a mass of electron, and E electronic charge or elementary charge. Number 3, orbital energy W minus m is e raised to 4 by 8 epsilon 0 square n square. Orbital energy എന്ന് പറഞ്ഞാൽ W is minus m e raised to 4 by 8 epsilon 0 square n square എന്നുള്ള ഇക്വേഷനാണ്. അവിടെയുള്ള വാല്യൂസും എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. ഇത് ഡെറിവേഷനാണ്, ഓരോന്ന് കണ്ടുപിടിക്കുക. നമ്പർ 1 ഡെറിവേഷൻ ഓർബിറ്റൽ വെലോസിറ്റി. അപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റി നമ്മൾ കാണുന്നതിന് ഒരു എച്ചാറ്റത്തിൻ്റെ ഒരു പടം വരച്ചിരിക്കുകയാണ്. O ആണ് അതിൻ്റെ സെൻറ്റർ. ഒരു ഓർബിറ്റ് കാണിച്ചിരിക്കുകയാണ്. അവിടെ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യും.
ആറാണ് ഓർബിറ്റൽ റേഡിയസ്. ന്യൂക്ലിയസിലുള്ള ചാർജ് ZD ആണ് ഇലക്ട്രോണിൻ്റെ ചാർജ് E ആണ്. ന്യൂക്ലിയസിൽ ZD ചാർജ് ഉണ്ട്. E എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ ചാർജാണ്. Z പ്രോട്ടോൺസ് ആണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ളത്. ഇപ്പോൾ H ആറ്റം ആണെങ്കിൽ ഒരു പ്രോട്ടോൺ മാത്രം, ഒരു E മാത്രം, പ്ലസ് ഇലക്ട്രോൺ കറങ്ങുമ്പോൾ മൈനസ് റിവോൾവ് ചെയ്യും. അപ്പോൾ ഓർത്തിരിക്കണം, ഇവിടെ പിന്നെ H ആറ്റം ഒറ്റ ഓർബിറ്റാണ് വലിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, H ആറ്റത്തിൽ എത്ര പ്രോട്ടോൺ ഉണ്ട്? നമ്മൾ പറയും ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ. എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഓർബിറ്റിൽ അത് ഒരു ഇലക്ട്രോൺ H ആറ്റത്തിൽ. അപ്പോൾ ചോദിക്കാം എത്ര ഓർബിറ്റ് ഉണ്ട്? അപ്പോൾ ചിലരത് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഓർക്കണം, എത്ര വേണമെങ്കിലും ഓർബിറ്റ് നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഇവിടെ ഒരു ഓർബിറ്റ് കാണിച്ചിട്ടുള്ളൂ. എത്ര വേണമെങ്കിലും ഓർബിറ്റ് വരയ്ക്കാം. കാരണം നമ്മൾ ഈ ഡയമണ്ട് സീരീസ് പാലമർ സീരീസ് പഠിക്കുന്നില്ലേ, അവിടെ എന്താ പറയുന്നത്, എങ്ങനെ ഡയമണ്ട് സീരീസ് ലൈൻസ് ഉണ്ടാകുന്നത്? ഇലക്ട്രോൺ N = 2, 3, 4 etc. ഓർബിറ്റിൽ നിന്ന് ഒന്നാമത്തെ ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ ഡയമണ്ട് സീരീസ് ലൈൻസ് എമിറ്റ് ചെയ്യുന്ന ആരാണ്? അപ്പോൾ ഇതാണ് N = 2, 3, 4 etc. ഓർബിറ്റ്. അതിൽ ഫസ്റ്റ് ഓർബിറ്റിലേക്ക്. അപ്പോൾ ഓർബിറ്റിൻ്റെ എണ്ണം അനേകം ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഇപ്പോൾ വരക്കുമ്പോൾ നമ്മൾ ഒരു ഓർബിറ്റ് മാത്രമേ വരക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഓർബിറ്റൽ സ്പിന്നിൻ്റെ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്നുകൂടി V is epsilon 0 E²/2 epsilon 0 NH. അപ്പോൾ അത് കണ്ടുപിടിക്കുന്ന രീതിയാണ് ഇത്. The centripetal force is supplied by interaction between electron and nucleus. ആ സെൻട്രിപിറ്റൽ ഫോഴ്സ് കൂളം ഇൻട്രാക്ഷൻ തുല്യ. ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള കൂളം ഇൻട്രാക്ഷന് തുല്യമാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. അതിങ്ങനെ നമ്മൾ ഇക്വേഷൻ കൊടുക്കും. mv²/r = 1/4πε0 E²/r². അടുത്ത സ്റ്റെപ്പ്, അതിനെ നമ്മൾ r² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. r² ഉണ്ട് ആ ഇക്വേഷൻ. അപ്പോൾ mv²r ഒരു r വെട്ടിപ്പോയിട്ട് r മുകളിൽ വരും. 1/4πε0 E². ഇവിടെ r² വെട്ടിപ്പോവും. ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ ബോറിൻ്റെ ബോസ് പോസ്റ്റുലേറ്റ് അപ്ലൈ ചെയ്യണം. ആംഗുലാർ മൊമെൻറ്റം പോസ്റ്റുലേറ്റ്, ബോസ് പോസ്റ്റുലേറ്റ് ആംഗുലാർ മൊമെൻറ്റം L, which we write as mv × r. Linear momentum in radius vector is angular momentum. mv × r is n/2π. Equation number 2. Then we divide 1/2. Equation 1 by equation 2. V is equal to E²/4πε0 by NH/2π. We get E²/4πε0 into 2π by NH. That is V is E²/2 NH. And we mark as equation number 3. That is an important equation. That is velocity. And for higher atom, for higher atom there are Z protons in the nucleus. In that case, we get velocity as Z²/2 NH. ഇപ്പോൾ ഹൈഡ്രജൻ്റെ ഇക്വേഷൻ നമ്മൾ പറയുമ്പോഴാണ് V is E²/2 NH. ഹയർ ആറ്റം എടുക്കുമ്പോൾ, ഹയർ ആറ്റത്തെ ലിഥിയം, ബോറോൺ, സോഡിയം ഒക്കെ എടുക്കുമ്പോൾ Z കൂടി പരിഗണിക്കണം. അപ്പോൾ V is equal to Z²/2 NH എന്ന് പറയും ഫോർ ഹയർ ആറ്റംസ്. ഇപ്പോൾ ഹീലിയം ആണെങ്കിൽ Z2 എന്ന് വരും ഇവിടെ, ബാക്കിയെല്ലാം സെയിം ആണ്. ഹൈഡ്രജൻ ആണെങ്കിൽ Z1 ആയിട്ട് പറയും. അതാണ് തൊട്ട് മുകളിൽ എഴുതിയത് നമ്മൾ. അടുത്തത് ഓർബിറ്റൽ റേഡിയസ്, ഡെറിവേഷൻ ഓർബിറ്റൽ റേഡിയസ്. ഓർബിറ്റൽ റേഡിയസ് ഇടാനായിട്ട് അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഓർബിറ്റൽ റേഡിയസ് r is epsilon 0 n²h²/πm e². അതിൽ ഇക്വേഷൻ 2 ഒന്ന് സ്ക്വയർ ചെയ്യണം. ഇക്വേഷൻ 2 സ്ക്വയർ ചെയ്യുമ്പോൾ അത് നോക്കുക, ഇക്വേഷൻ 2 നോക്കുക. mvr is nh/2π എന്നാണ് ഇക്വേഷൻ 2. അത് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് m² v²r² is n²h²/4π². ഇക്വേഷൻ നമ്പർ 4 1/4. ഇക്വേഷൻ 1/4 അങ്ങോട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1/mr is equal to E²/4πε0 into 4π² n²h². That gives 1/mr is equal to pi E²/ε0 n²h². And from this we find r. R is epsilon 0 n²h²/πm e². The radius of nth Bohr orbit is given by r is epsilon 0 n²h²/πm e². Equation number 5. Now the third derivation ആണ് derivation of orbital energy. And orbital energy
we can find orbital energy. Orbiting electron has got both the Ke and P. KeV write as K, and potential energy we write as U. Total energy W is K plus U. What is K? What is K? That is 1 by 8 pi epsilon zero E square by R. And P is minus 1 by 4 pi. നോക്കട്ടെ, നമുക്ക് വിയുടെ ഇക്വേഷൻ ഉണ്ടല്ലോ. എം ബി സ്ക്വയർ നോക്കിയാൽ എം ബി സ്ക്വയർ നോക്കാം. നമുക്ക് എം ബി സ്ക്വയർ നമ്മൾ നേടി തരുന്നുണ്ട്. Here you look. mv square is c square by 4 pi epsilon 0. So half mv square is, ഇക്വേഷൻ വേണം നോക്കുക, half mv square is 1 by 8 pi epsilon 0 e square. അതാണ് എഴുതിയിരിക്കുന്നത്. K is 1 by 8 pi epsilon 0 e square by R. ഇനി അടുത്തത് ഓർക്കണം, ഈ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ കെയുടെ ഇരട്ടിയായിരിക്കും, മൈനസും ആയിരിക്കും. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. അല്ലാതെ കണ്ടുപിടിക്കുക, നമ്മൾ പൊട്ടൻഷ്യൽ കണ്ടിട്ട് നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പം അതിനൊക്കെ എളുപ്പം ഇത്രയേ ഉള്ളൂ. കെയുടെ ഇരട്ടിയായിരിക്കും, ഡബിൾ ആയിരിക്കും പി, ബട്ട് വിത്ത് മൈനസ് സൈൻ. അതുകൊണ്ടാണ് നമ്മൾ ഡബിൾ ആകുമ്പോഴാണ് 1 by 4 pi വരുന്നത്. മൈനസ് 1 by 4 pi epsilon 0 e square by R. അപ്പോൾ 1 by 8 pi epsilon 0 കോമൺ ഫാക്ടറായിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 by 8 pi epsilon 0 into e square by R minus 2 e square by R. അപ്പോൾ അത് ചെയ്യുമ്പോൾ 1 by 8 pi epsilon 0 e square by R 1 minus 2. നമ്മൾ കോമൺ ഫാക്ടർ കണ്ട് കുറയ്ക്കുകയാണ്. 1 by 8 pi epsilon 0 പുറത്തേക്ക് എടുക്കുമ്പോൾ ആ സെക്കൻഡ് ടൈമിൽ ഒരു 2 മോളി കിട്ടണം, എന്നാലും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ ഡബ്ല്യു ഈസ് ഈക്വൽ മൈനസ് 1 by 8 pi epsilon 0 e square by R. അപ്പോൾ ടോട്ടൽ എനർജി ശരിക്കും പറഞ്ഞാൽ അത് ന്യൂമറിക്കലി കൈനറ്റിക് എനർജിക്ക് തുല്യമാണ്. ടോട്ടൽ എനർജി ന്യൂമറിക്കലി കൈനറ്റിക് എനർജിക്ക് തുല്യമാണ്. മോളിൽ നോക്കുക, പക്ഷേ ടോട്ടൽ എനർജി നെഗറ്റീവാണ്, കൈനറ്റിക് എനർജി എപ്പോഴും പോസിറ്റീവാണ്. പുട്ട് ആർ ഫ്രം ഇക്വേഷൻ 5. അപ്പോൾ ഈ ഇക്വേഷനകത്ത് ആറിൻ്റെ വാല്യൂ ഇക്വേഷൻ 5 നിന്ന് കൊടുക്കുക. അപ്പോൾ ഡബ്ല്യു ഈസ് ഈക്വൽ ടു minus 1 by 8 pi epsilon 0 into e square by pi m e square by epsilon 0 n square h square. ടേംസ് എല്ലാം കുറേയെല്ലാം വെട്ടിപ്പോയിട്ട് ബാക്കി കിട്ടുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഡബ്ല്യു ഇസ് മൈനസ് എം ഇ റൈസ് ടു 4 by 8 epsilon 0 square n square h square. That is the orbital energy. Question number 6. ഇനി ഹയർ ആറ്റം ആണെങ്കിൽ എന്ത് കിട്ടും? ഹയർ ആറ്റം ആണെങ്കിൽ for higher atoms W is equal to minus some z square e raised to 4 by 8 epsilon 0 square n square h square. ഒരു z square വരും, കാരണം e square ഉണ്ടെങ്കിൽ z വരും, e raised to 4 ഉണ്ടെങ്കിൽ z square വരും. W is minus some z square e raised to 4 by 8 epsilon 0 square n square h square. ഈ വാല്യൂക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ വാല്യൂ, അപ്പോൾ എച്ച് ആറ്റത്തിൽ ഈ വാല്യൂ എല്ലാം കൊടുത്താൽ z 1 എന്ന് കൊടുക്കുക, m 9.1 into 10 raised to minus 31 kilogram എന്ന് കൊടുക്കണം, e is 1.6 into 10 raised to minus 19 coulomb, epsilon 0 8.85 into 10 raised to minus 12 farad per meter. പിന്നെ ഫസ്റ്റ് ഓർബിറ്റിന് n സ്ക്വയർ അതുപോലെ തന്നെ ഇടുക, നമുക്ക് ജനറൽ ഇക്വേഷൻ കണ്ടുപിടിക്കാം. h 6.626 into 10 raised to minus 34 എന്ന് കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ put in the values of m e epsilon 0 epsilon 0 and h, you write there and h, we get w is minus 13.6 by n square ev. അപ്പോൾ ഇത് ഈ ഒരു കാൽക്കുലേഷൻ ആ മുകളിൽ കൊടുത്ത് നോക്കാവുന്നതാണ്.
എൻ സ്ക്വയർ ഒഴിച്ച് ബാക്കിയെല്ലാം കൊടുക്കുക. ആ കിട്ടുന്നത് ജൂളായിരിക്കും. അപ്പോൾ ജൂൾ കിട്ടുന്നതിനെ ഇ വി ആക്കാൻ 1.6 × 10⁻⁹ കൊണ്ട് ഹരിച്ചാൽ മതി. ആ മുകളിലത്തെ കാൽക്കുലേഷൻ നമ്മൾ നടത്തുമ്പോൾ കിട്ടുന്ന വാല്യൂ നമുക്ക് ജൂളായിരിക്കും. ജൂളിന് ഇ വി ആക്കാൻ 1.6 × 10⁻⁹ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിന് പകരം ആ ES4 കണക്ക് കൂട്ടാതെ ഇ ക്യൂബ്ഡ് കണക്ക് കൂട്ടിയാൽ മതി. m(z²) ഇ ക്യൂബ്ഡ് ബൈ 8ε0² n² കണ്ടുപിടിച്ചാൽ ഈ ഉത്തരം കിട്ടും. -13.6 n² EV എന്ന് കിട്ടും. അപ്പോൾ ഇതാണ്. അപ്പോൾ രണ്ട് ഇക്വേഷൻ എനർജിക്ക് പറയുകയാണ്. ടോപ്പിലെ ഇക്വേഷനും ഈ EVയിൽ പറഞ്ഞ ഇക്വേഷൻ. ടോപ്പിലെ ഇക്വേഷൻ ജൂളാണ്. ഈ ഇക്വേഷൻ ഇലക്ട്രോൺ വോൾട്ടിലാണ്. 1 EV അറിയാലോ. 1 EV is 1.6 × 10⁻⁹ ജൂൾ. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി റീറൈറ്റ് ചെയ്യുകയാണ്. നേരത്തെ ഞാനൊരു ക്വസ്റ്റ്യൻ കൊടുത്തിരുന്നു, അത് വീണ്ടും റീറൈറ്റ് ചെയ്യുക. എസ് derive expressions for orbital speed, orbital radius and orbital energy based on Bohr atom model. Number 2, write any two postulates Bohr atom model. Number 3, give expression for orbital energy and expression symbols. അപ്പോൾ ഓർബിറ്റൽ എനർജിയുടെ എക്സ്പ്രഷൻ പറഞ്ഞിട്ട് സിമ്പിൾ പറയണം. അത് -13.6 n² പറയാം, അല്ലെങ്കിൽ -e⁴/8ε0² n² പറഞ്ഞിട്ട് ഓരോ സിമ്പിളിൻ്റെയും മീനിങ് എന്താണെന്നും പറയണം. That is all with your first lecture on atomic and molecular physics. Thank you very much.